ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ജോമോൾ അരുൺ. കേന്ദ്ര സർക്കാരിൻ്റെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് സ്കീം 2025 ഫോർ റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് എന്ന പദ്ധതിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ പദ്ധതി ആർക്കൊക്കെ ലഭിക്കും, എങ്ങനെയാണ് ലഭിക്കുക, ഏതൊക്കെ ആശുപത്രികളിലാണ് ലഭിക്കുക, ഈ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വിശദമായി നമുക്കറിയാം. ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് സ്കീം 2025 ഫോർ റോഡ് ആക്സിഡൻറ്റ്സ് വിക്ടിംസ്. ഒരു റോഡ് അപകടം നടന്നാൽ ലഭിക്കേണ്ട പരിചരണം ലഭിച്ചില്ല എങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ജീവൻ നഷ്ടപ്പെടാൻ വരെ സാധ്യത ഏറെയാണ്. അത് പലപ്പോഴും സംഭവിക്കാറുള്ളത് പണമില്ലാത്തതിൻ്റെ പേരിലുമാണ്. എന്നാൽ ഇനി അങ്ങനെയല്ല. ഗോൾഡൻ അവർ എന്നുള്ളത് ഒരു ടേം എന്നതിലുപരി ഇറ്റ് നൗ ബിക്കംസ് എ പവർഫുൾ പ്രോമിസ്. ജീവൻ രക്ഷിക്കാനുള്ള ഒരു സഹായവും പ്രതീക്ഷയും കൂടിയാവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ പദ്ധതി. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 162 പ്രകാരം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് സ്കീം 2025 വഴി വാഹന അപകടത്തിൽപ്പെട്ടവർക്കായി 1.5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. ഒരാൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, അവരുടെ കുടുംബാംഗമായിക്കൊള്ളട്ടെ, പോലീസ്, ആംബുലൻസ് ജീവനക്കാർ, വഴിയാത്രക്കാരൻ, ആർക്കു വേണമെങ്കിലും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാം. ഇവിടെ ലക്ഷ്യമിടുന്നത് പരിക്കേറ്റയാളുടെ ജീവൻ രക്ഷിക്കലിലാണ്, ഫോർമാലിറ്റീസിലല്ല. ഇവിടെ പ്രൊസീജിയേഴ്സ് വളരെ കുറവാണ്. അപകടം സംഭവിച്ച ശേഷം 24 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന പരിക്കേറ്റ ഏത് വ്യക്തിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് 7 ദിവസത്തേക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കും. അഥവാ 1.5 ലക്ഷം രൂപ വരെയുള്ള ധനസഹായം ഈ സ്കീം വഴി ലഭിക്കുന്നതാണ്. നോൺ ഡെസിഗ്നേറ്റഡ് ആശുപത്രി ആയാലും, അതായത് കേരളത്തിലെ ഈ 643 ആശുപത്രികളിൽ പെടാത്ത ആശുപത്രി ആയാലും രോഗിയുടെ ആദ്യ സ്റ്റെബിലൈസേഷൻ ചാർജുകൾ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നതാണ്. 2025 മെയ് 5-നാണ് ഈ പദ്ധതി ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയിലുടനീളം ഈ പദ്ധതി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ 643 ആശുപത്രികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 643 ആശുപത്രികൾ കൂടാതെ അപകടം നടന്നതിന് ശേഷം ഗോൾഡൻ അവർ, അതായത് ആദ്യ മണിക്കൂർ വളരെ നിർണായകമായതിനാൽ അടുത്തുള്ള ഏത് ആശുപത്രിയിലേക്കും പരിക്കേറ്റയാളെ അയാളുടെ ജീവൻ രക്ഷിക്കുവാനായി ആർക്കു വേണമെങ്കിലും കൊണ്ടുപോകാവുന്നതാണ്. കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട 643 ആശുപത്രികളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മറ്റു ആശുപത്രികളിൽ അടിയന്തര ചികിത്സ ഉറപ്പാക്കിയ ശേഷം പിന്നീട് പട്ടികയിലുള്ള ആശുപത്രികളിലേക്ക് രോഗിയെ മാറ്റേണ്ടതായിട്ട് വരും. TMS പോർട്ടൽ, അതായത് ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ. ഈ പോർട്ടൽ വഴിയാണ് രോഗിയുടെ വിവരങ്ങൾ, ക്ലെയിം പരിശോധന, പേയ്മെന്റ് പ്രോസസ്സിംഗ് തുടങ്ങി എല്ലാം ഏകീകരിച്ച് ചെയ്യുന്നത്. മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്നുമാണ് ഈ പദ്ധതിയിലേക്കുള്ള ഫണ്ട് വരുന്നത്. കേന്ദ്ര സർക്കാരും പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളും ഒന്നിച്ചു ചേർന്നാണ് ഈ ഫണ്ട് കൈമാറുന്നത്. പദ്ധതിയുടെ നടപ്പിലാക്കലിനും മോണിറ്ററിംഗിനുമായി ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റികൾ, സംസ്ഥാനതല റോഡ് സുരക്ഷാ കൗൺസിലുകൾ, ജില്ലാതല കമ്മിറ്റികൾ എന്നിവയാണ് പ്രവർത്തിക്കുന്നത്. ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് സ്കീം ക്ലെയിം ലഭിക്കുവാനായി പോലീസ് റിപ്പോർട്ട്, ചികിത്സാ രേഖകൾ, ID, ബാങ്ക് വിവരങ്ങൾ എന്നിവ നൽകേണ്ടതായിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ ക്ലെയിം അംഗീകരിക്കുകയും പിന്നീട് വരുന്ന 15 ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലുകളിലേക്ക് ഈ ഫണ്ട് കൈമാറുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് കോമ്പൻസേഷൻ സ്കീം 2022 കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ വരെയും ഗുരുതരമായി പരിക്കേറ്റാൽ 50,000 രൂപ വരെയും അധികം പ്രൊസീജിയേഴ്സ് ഇല്ലാതെ ലഭിക്കുന്നതാണ്. റോഡുകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാർ കാൽവെപ്പുള്ള ഒരു വലിയ നീക്കമായി തന്നെ നമുക്കിതിനെ കാണാം. സർക്കാരിൻ്റെ ഈ പുതിയ പദ്ധതിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപകടമില്ലാ യാത്രകൾക്കായി നമുക്കും ഒരുങ്ങാം.